സൂംബ ഡാൻസ് വിവാദത്തിൽ മുസ്ലിം സംഘടനകൾക്കെതിരെ SFI വിവാദമുണ്ടാക്കുന്നവർക്ക് മാനസിക അല്പത്തരമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. കേരളീയ പൊതുസമൂഹം ഇത് തള്ളിക്കളയും. എല്ലാ നൂറ്റാണ്ടിലും പിന്തിരിപ്പന്മാരുണ്ടായിട്ടുണ്ടെന്നും അതിനെയെല്ലാം പുരോഗമന സമൂഹം തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും M ശിവപ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ പുരോഗമന സ്വഭാവമുള്ള സൂംബ ഡാൻസ് എന്തുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യം അത് ചോദ്യമായിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി കണ്ടു. ആ ചോദ്യം അവർ ഏറ്റെടുത്തു. അതിൻ്റെ ഫലമായി എനിക്കൊന്ന് മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് വലിയൊരു മാസ് ഡ്രിൽ, സൂംബ മാസ് ഡ്രിൽ അവർ നടത്തി. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുക എന്നുള്ളതാണ് ചോദ്യം. അവിടെ കേരളം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. ആ മാതൃകയുടെ ഒരു ഭാഗമാണ് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് നിഷ്കരുണം തള്ളിക്കളയേണ്ട പ്രതികരണമാണ്. അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ആ പ്രതികരണത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു അവ്യക്തത, എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. അവർ ഭയപ്പെടുന്നത് സൂംബ ഡാൻസിനെയാണോ? അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ മനസ്സിലാക്കുന്നത് അല്പവസ്ത്രധാരികളായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സൂംബ ഡാൻസ് ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എന്തിനെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം ഭയപ്പെടുന്നത് സൂംബ ഡാൻസിനെയാണോ? മറിച്ച് അദ്ദേഹം ഭയപ്പെടുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതിനെയാണോ? അതോ മറിച്ച് അദ്ദേഹം ഭയപ്പെടുന്നത് വസ്ത്രം എന്ന് അയാൾ വിശേഷിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്നതാണോ? വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് നമുക്കൊപ്പം ചേർന്നത്. രതീഷ്, ഇപ്പോൾ SFI നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പുരോഗമനപരമായിട്ടുള്ള ഒരു നൃത്ത രീതിയാണ്. അതിനെ എന്തിനാണ് ഇങ്ങനെ വികലമായി ചിത്രീകരിക്കുന്നത്? കുട്ടികൾ ഒരുമിച്ച് നിന്ന് നൃത്തം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം അതിനെന്തിനാണ് കണ്ടെത്തുന്നത്, വ്യാഖ്യാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് SFI. എന്തൊക്കെയാണ് ശിവപ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി നമ്മളോട് പറഞ്ഞത്? ബിനിൽ, നമുക്കറിയാം SFIയുടെ നിലപാട് ഇത്തരത്തിൽ തന്നെ ആയിരിക്കും. ഇത്തരം ഒരു പൊതുവിഷയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അവരുൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കുട്ടികളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ വ്യായാമമായാലും അത്തരത്തിൽ ഈ ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പങ്കെടുക്കണം. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം സ്വാഭാവികമായിട്ടും അത് പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു, അത് പരിശീലിപ്പിക്കപ്പെടുന്നു. അതിനിടയ്ക്കാണ് ഈ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിം സംഘടനകളുടെ ഈ പ്രതിഷേധത്തെ SFI തള്ളിക്കളയുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മതസംഘടനകൾ അത്തരം നിലപാടെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയുകയുണ്ടായി. മാത്രവുമല്ല, SFI കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ആ കാര്യത്തിൽ. SFI സംസ്ഥാന പ്രസിഡന്റ് എന്താണ് ഇവരുടെ ഇത്തരത്തിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുടെ പ്രശ്നം, ഈ നേതാക്കളുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു പരിശീലന പരിപാടി കൊണ്ട് എന്താണ് സാമൂഹ്യമായി ഇവിടെ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് അവർ ചോദിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം മറികടക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ പുരോഗമന മനസ്സ് അത്തരത്തിൽ ആ കാര്യങ്ങളെയൊക്കെ അട്ടിമറിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഭവത്തിലും അത്തരത്തിലൊരു നിലപാടിലേക്ക് കേരള സമൂഹം വരും. കാരണം പൊതുസമൂഹം അംഗീകരിച്ച ഒരു വ്യായാമ രീതിയാണിത്. ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ പുരോഗമന സമൂഹം എന്ന് നമ്മൾ വലിയ ആത്മവിശ്വാസത്തോടെ പറയുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ അസഹിഷ്ണുത ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നു മത നേതാക്കൾ ഉൾപ്പെടെ എന്നാണ് SFIയുടെ ചോദ്യം. എന്തായാലും മത നേതാക്കളുടെ അവരുടെ പ്രത്യക്ഷമായ ആശയപരമായ ഭിന്നത അവർ ഇതിൽ പ്രതിഷേധം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇന്ന് കോഴിക്കോടുണ്ട്. എന്തായാലും അദ്ദേഹം കൃത്യമായ പ്രതികരണം ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടയിൽ ഉണ്ടാക്കുന്നവർക്ക് മാനസിക അല്പത്തരം എന്നുള്ളതാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ന്യൂസ് മലയാളത്തോട് പറയുകയും ചെയ്യുന്നത്. ശക്തമായ രീതിയിലുള്ള എതിർപ്പാണ് വിവാദം ഉണ്ടാക്കുന്നവർക്കെതിരെ SFI നേതാവ് തുറന്ന് പ്രകടിപ്പിക്കുന്നത്. സംഘടനയുടെ നിലപാട്. താങ്ക് യു. രതീഷ് വാസുദേവനാണ് ഈ പ്രതികരണം എടുത്തതും ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.